നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സമാധാന ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മധ്യസ്ഥ ശ്രമത്തിന് പ്രധാനമായും വലിയ പങ്ക് വഹിക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ മധ്യസ്ഥ ശ്രമം മുന്നോട്ട് പോകുന്നത്? അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ അടുത്ത ആക്രമണം പാകിസ്ഥാനിലേക്കാണ്. കാരണം ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കൂ. ഇറാനിലല്ല ഈ ആക്രമണത്തിന് തുടക്കമുണ്ടായത്. ഈ ആക്രമണം തുടക്കമിടുന്നത് തന്നെ ഹമാസിനെതിരെയാണ്, അതായത് പാലസ്തീനെതിരെയാണ്. ഹമാസ് പലപ്പോഴായിട്ട് ഇസ്രായേലിനെ പല രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുണ്ട്. ഭീകരാക്രമണങ്ങളാണ് ഈ നടത്തിയതൊക്കെയും. അങ്ങനെ ഇനി അവർ ഈ ആക്രമണമൊക്കെ നടത്തിയതിന് ശേഷം ഒളിച്ചിരിക്കുവാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്ത സ്ഥലമെന്ന് പറയുന്നത് പാലസ്തീൻ്റെ ചില ആശുപത്രികളാണ്. ആശുപത്രികളുടെ താഴെ ഇവർ താമസമുറപ്പിച്ചിരുന്നു, താവളമുറപ്പിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇവർ പല ആക്രമണം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതും. അതിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സന്നദ്ധമായിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. വലിയ വ്യാപകമായ വിമർശനം കേരളത്തിൽ നിന്നൊക്കെ പല കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ ചില ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും, ചില ഭീകരവാദ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അത് സത്യവുമാണ്. എന്നാൽ ഇസ്രായേൽ ഇതൊന്നും കാര്യമാക്കിയെടുത്തില്ല. കാരണം ഇത് ഭീകരതയ്ക്ക് നേരെയുള്ള യുദ്ധമാണ് എന്ന് അപ്പോഴും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇനി തൊട്ടടുത്ത ആക്രമണം ഉണ്ടായത് ഇറാന് നേരെയാണ്. ഇറാന് നേരെ വെറുതെയല്ല ആക്രമിച്ചത്. ഇറാൻ്റേതായൊരു പങ്ക് ഈ ഭീകരവാദ പ്രവർത്തനം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. ഇറാൻ്റേതായ പങ്ക് ഈ ഭീകരവാദ പ്രവർത്തനം മുന്നോട്ട് നീക്കുന്നതിന് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഹിസ്ബുള്ളയും ഹൂതികളെയും ഒക്കെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നത്, പരമാവധി ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായധനമൊക്കെ എത്തിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇറാനാണ്. ഇറാൻ അതുകൊണ്ട് തന്നെ ഒരു ഭീകരവാദ രാജ്യം തന്നെയാണ്. പാകിസ്ഥാനെ പോലെ സമാനമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഭീകരവാദ രാജ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്, അല്ലാതെ ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ടല്ല. ഇനി അടുത്തതാരാണ്? അടുത്ത ലക്ഷ്യം പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാനെ പോലുള്ള ഒരു അന്താരാഷ്ട്ര ഭീകരവാദ രാജ്യം ഒരു പക്ഷേ നമുക്ക് കാണാൻ പോലും കഴിയില്ല. ഇവരിൽ ഏറ്റവും അധികം അപകടകാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാൻ തന്നെയാണ്. അമേരിക്ക തന്നെ ഈ അടുത്ത കാലത്ത് അവരുടെ റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, നോർത്ത് കൊറിയയെ പോലെ അല്ലെങ്കിൽ നോർത്ത് കൊറിയയേക്കാൾ വലിയ ഭീകരവാദ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ 13ഓളം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾ തന്നെയുണ്ട്. 42% ആഭ്യന്തര ഭീകരവാദം പാകിസ്ഥാനിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യത്തിനെ നമുക്ക് മാറ്റി നിർത്തുവാനേ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ എങ്ങനെയാണ് ഈ മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഈ സമാധാന ശ്രമം ഒരു കാരണവശാലും വിജയിക്കുവാൻ പോകുന്നില്ല. ആദ്യം തന്നെ ഇറാൻ ഈ വിഷയത്തിൽ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നതിന്. കാരണം പാകിസ്ഥാൻ പലപ്പോഴായിട്ട് ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവർക്കൊരു വലിയ പ്രശ്നമല്ലെങ്കിലും അമേരിക്കയെ പിന്തുണയ്ക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയെ പിന്തുണയ്ക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറാൻ പോലും പാകിസ്ഥാനെ എതിർത്തിട്ടുണ്ട്. ഷിയകൾക്കെതിരെയുള്ള പാകിസ്ഥാൻ്റെ ഒരു നീക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇറാൻ പോലും പാകിസ്ഥാനെ എതിർത്തിട്ടുണ്ട്. അതൊരു വശത്ത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ ഇതിലേക്ക് അടുപ്പിക്കുവാനേ സാധിക്കുകയില്ല എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാൻ എന്തിനായിരിക്കും ഇവിടേക്ക് വന്നത്? ഇത്രയധികം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും പാകിസ്ഥാൻ അമേരിക്കയുടെ നോമിനിയാണ്. അമേരിക്കയെ പിന്താങ്ങിക്കൊണ്ടാണ് ഇതിലേക്ക് വന്നത്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ട്രംപ് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഇതിലേക്ക് വന്നത്. പാകിസ്ഥാൻ കുറച്ച് ദമ്പടി തടയും, കുറച്ച് കാശ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് പറ്റും. പാകിസ്ഥാൻ അടിമുടി ഇപ്പോൾ കടത്തിലാണ്. കുറച്ച് കാശ് കിട്ടിയാൽ പുളിക്കുകയൊന്നുമില്ല. ഇനി എണ്ണയുടെ ക്ഷാമം ഏറെ വശത്ത് വലിയ രൂക്ഷമായി തുടരുകയാണ്. പാകിസ്ഥാൻ്റെ വിദ്യാലയങ്ങൾ സ്തംഭനാവസ്ഥ നേരിടുന്നു. പാകിസ്ഥാൻ്റെ സർക്കാർ ഓഫീസുകൾ സ്തംഭനാവസ്ഥ നേരിടുന്നു. അത്തരത്തിൽ ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ അസീം മുനീറിന് പോലും വണ്ടിയില്ലാത്ത ഒരു അവസ്ഥ തന്നെ പാകിസ്ഥാനിലുണ്ട്. വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് പാകിസ്ഥാനിൽ നേരിടുന്നത്. അതോടൊപ്പം തന്നെ ഭീകരവാദത്തിൻ്റെ വർധനവും അഫ്ഗാനിസ്ഥാനിലുള്ള ആക്രമണവും ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പാകിസ്ഥാന് ഈ മധ്യസ്ഥ ചർച്ചയിലേക്ക് വന്നേ പറ്റുള്ളൂ. ഇറാനേക്കാൾ കൂടുതൽ ആവശ്യം പാകിസ്ഥാനാണുള്ളത്.
അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതിലേക്ക് വന്നതും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ അത് വിജയിക്കുവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഇസ്രായേൽ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം. ഇനിയും ഇറാൻ്റെ ചില ഭാഗങ്ങൾ കൂടി ആക്രമിക്കേണ്ടതുണ്ട്. ഇസ്ഫഹാൻ മേഖലയിൽ എന്തായാലും ഇറാൻ ഇനി വലിയ തലവെക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇസ്ഫഹാൻ മേഖലയിലേക്ക് കടന്നു കയറുകയും അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം അപ്പാടെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബുഷറ മേഖലയിലേക്ക് ഇറാൻ എവിടെയൊക്കെ യുറേനിയം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇസ്രായേൽ കടന്നു കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. കാരണം 2 ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ താൽക്കാലികമായ ഭരണകൂടം, അതോടൊപ്പം തന്നെ IRGC ആയിരിക്കും ഇനി ഇറാനിൽ ഭരിക്കാൻ പോകുന്നത്. കാരണം ഖമേനി കാല് മാത്രം നഷ്ടപ്പെട്ടു, ഇനി ചെറിയ പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടെന്നൊക്കെ, അദ്ദേഹത്തിൽ അസകലം പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഖമേനിക്ക് ഇനി ഒരിക്കലും ഭരണം മുന്നോട്ട് നീക്കുവാൻ കഴിയില്ല. ഖമേനി ഭരണകൂടം അസ്തമിച്ചു കഴിഞ്ഞു. ഇനി IRGC ഭരണമായിരിക്കും ഇറാനിൽ വരാൻ പോകുന്നത്. IRGC ഭരണം വന്നാൽ സ്വാഭാവികമായി ഖമേനി ഭരണകൂടത്തേക്കാൾ വലിയ സ്ട്രിക്റ്റായിട്ട് മതനിയമങ്ങളിൽ കാർക്കശ സ്വഭാവമുള്ള ആൾക്കാരാണിവർ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും രൂക്ഷമാകാനാണ് കൂടുതൽ സാധ്യത. അത്തരത്തിൽ സങ്കീർണമായൊരു അവസ്ഥയിലേക്ക് ഇറാൻ പോകുമ്പോൾ ഇറാനിൽ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. ഇറാൻ ആ രീതിയിൽ കൂപ്പുകുത്താൻ പോവുകയാണ് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഇറാനിലേക്ക് ഇനിയും ഇസ്രായേലിന് ആക്രമണം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇറാനെ ഇനിയുള്ള വീര്യവും കൂടി ഇസ്രായേൽ തകർത്തേ മതിയാകും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇന്ത്യയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ഈ കാര്യത്തിൽ ഒരേ സ്റ്റാൻഡ് തന്നെയാണ്. അതായത് ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിലല്ല, പാകിസ്ഥാൻ്റെ ഈ മധ്യസ്ഥ ചർച്ചയുടെ കാര്യത്തിൽ പാകിസ്ഥാനെ പോലുള്ള ഒരു ആഗോള ഭീകരവാദ രാഷ്ട്രം ഈ മധ്യസ്ഥ ചർച്ചയിൽ, അതായത് പാകിസ്ഥാനോടൊപ്പം ഇരിക്കുന്നതിന് ഒട്ടുമേ താല്പര്യമില്ല എന്ന് ഇസ്രായേൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും ഈ ചർച്ചയ്ക്ക് മുന്നിട്ട് വരാത്തത്. കാരണം പാകിസ്ഥാനൊപ്പം ഒരു വേദിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യവും ഇന്ത്യക്കില്ല. അത്ര അഭിമാനക്ഷതമൊന്നും വന്നിട്ടില്ല. അതേപോലെ മറ്റുള്ളവർ തരുന്ന ഭിക്ഷ വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഗതികേടും ഭാരതത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാരതം വളരെ കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ഭാരതത്തിനടുത്തേക്ക് വരികയാണ്, ഈ സമാധാന ശ്രമം ഭാരതത്തിനടുത്തേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഭാരതം ഈ വിഷയത്തിൽ ഇടപെടും, കൃത്യമായ പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യും. കാരണം ഇതിൽ ഭാരതത്തിനാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിയുന്നത്. ഇസ്രായേലിലേക്ക് ഭാരതത്തിന് പോകാം, ഇറാനിലേക്ക് ഭാരതത്തിന് പോകാം. ഭാരതവുമായി അവർക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല. എതിർപ്പുണ്ടായിരുന്നെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെയും ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഹോർമൂസിൽ കൂടി ഇന്ത്യൻ കപ്പലുകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതി പ്രശ്നത്തിനിടയിലും ചെയ്യുവാൻ കഴിഞ്ഞു. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയോട് ഇറാന് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയോട്. അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ ചർച്ച അവസാനം ഇന്ത്യയുടെ ടേബിൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പാകിസ്ഥാൻ ഇതിൽ നിന്ന് ഔട്ടായെങ്കിൽ മാത്രമേ ഈ മധ്യസ്ഥം വിജയിക്കുകയുള്ളൂ, സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അതുവരെയുള്ള ഗിമിക്കാണ് ഇപ്പോൾ എന്തായാലും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രംപിൻ്റെ മോഹങ്ങളൊന്നും വിജയിക്കുവാൻ പോകുന്നില്ല. പല മോഹങ്ങളും ഇന്ത്യ തകർത്തിട്ടതുമാണ്. പാകിസ്ഥാൻ്റെ അത്തരം മോഹങ്ങളൊന്നും നടപ്പിലാകാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. മുൻ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ എതിർപ്പാണ്, ഇറാൻ എതിർപ്പാണ്. അമേരിക്ക തന്നെ പാകിസ്ഥാനെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇതിനോട് മുന്നെയാണ് ഒരു റിപ്പോർട്ട് പുറത്തിറങ്ങിയത്. എന്തായാലും സ്വാഭാവികമായും പാകിസ്ഥാനെതിരെ ഒരു ആക്രമണത്തിന് തന്നെയായിരിക്കും ഇസ്രായേലിൻ്റെ അടുത്ത പദ്ധതി. ഇസ്രായേൽ തീർച്ചയായിട്ടും ഒരു ആക്രമണം നടത്തും. കാരണം ഇസ്രായേൽ പറഞ്ഞതിനനുസരിച്ചാണ് എങ്കിൽ ആദ്യം ആ ഗാസയിൽ ഈ ഹമാസിന് നേരെയുള്ള യുദ്ധം, അത് കഴിഞ്ഞാൽ ഇറാനിലേക്കുള്ള യുദ്ധം, അടുത്ത യുദ്ധം പാകിസ്ഥാനിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.